ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. കോഴിക്കോട്ടെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ റീജിയണൽ ആർക്കൈവ്സിലെ രേഖകൾ 1954ലെയും 1955ലെയും നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നു. കോഴിക്കോട്ടെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ ടൂർണമെന്റ് സേഠ് നാഗ്ജി അമർശ്രീ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്നു. കോഴിക്കോട്ടെ പ്രശസ്ത വ്യാപാരിയായ സേഠ് നാഗ്ജിയുടെ സ്മരണാർത്ഥം 1952 ആരംഭിച്ചതാണ് ഈ ടൂർണമെന്റ്. സേഠ് നാഗ്ജി പുരുഷോത്തമൻ കമ്പനിയുടെ പ്രൊപ്രൈറ്ററായിരുന്നു സേഠ് നാഗ്ജി. 1954-55 വർഷങ്ങളിൽ നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകളുടെയും അവർക്ക് നൽകിയ പ്രതിഫലത്തിന്റെയും വിവരങ്ങൾ ഫയലിൽ ലഭ്യമാണ്. 1954 ടൂർണമെന്റിന്റെ മൊത്തം ചിലവ് 72,080 രൂപ 14 പൈസയായിരുന്നുവെങ്കിൽ 1955 അത് 77,146 രൂപ 8 പൈസയായിരുന്നു. മാനാഞ്ചിറ മൈതാനമായിരുന്നു നാഗ്ജി ഫുട്ബോൾ ടൂർണമെന്റിന്റെ പ്രധാന വേദി. വാടക ഇനത്തിൽ മാനാഞ്ചിറ മൈതാനത്തിന് 1954 നൽകിയത് 1,075 രൂപയും 1955 നൽകിയത് 1,360 രൂപയും ആയിരുന്നു. മാനാഞ്ചിറയിൽ താൽക്കാലികമായി കെട്ടിയ ഗാലറികളിലാണ് ഫുട്ബോൾ പ്രേമികൾ കളി കാണാനിരുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ 75% സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനും ബാക്കി പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമാണ് ചിലവഴിച്ചത്. നഗരത്തിലെ മുനിസിപ്പാലിറ്റിയുടെ TB ക്ലിനിക് പ്രവർത്തിച്ചത് പ്രധാനമായും ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണെന്ന് രേഖയിൽ കാണാം. രണ്ട് ടൂർണമെന്റുകളിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകപ്പെട്ടത് പാകിസ്ഥാനിൽ നിന്നുള്ള ഫുട്ബോൾ ടീമുകൾക്കായിരുന്നു. 1954 കറാച്ചിയിൽ നിന്നുള്ള ഫ്രണ്ട്സ് യൂണിയന് നൽകിയത് 4,720 രൂപയും 1955 കറാച്ചി കിക്കേഴ്സിന് നൽകിയത് 5,650 രൂപയുമായിരുന്നു. 1954 ഗേറ്റ് കളക്ഷൻ 69,492 രൂപയായിരുന്നു. സീസൺ ടിക്കറ്റ് വിൽപ്പനയിൽ 1,012 രൂപ ലഭിച്ചു. 1955 ഗേറ്റ് കളക്ഷൻ 72,712 രൂപയും സീസൺ ടിക്കറ്റ് വഴി 2,262 രൂപയും ലഭിച്ചു. കോഴിക്കോട്ടെ ഈ ഫുട്ബോൾ ടൂർണമെന്റിന് മദ്രാസ് ഫുട്ബോൾ അസോസിയേഷന്റെ അംഗീകാരവും ഉണ്ടായിരുന്നു. രണ്ട് ടൂർണമെന്റുകളിലും കളിച്ച ഫുട്ബോൾ ടീമുകളിൽ ചിലത് KGF വാണ്ടറേഴ്സ് ഫുട്ബോൾ ക്ലബ് കോളാർ, തലശ്ശേരിയിലെ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബ്, കണ്ണൂരിലെ സ്പിരിറ്റഡ് യൂത്ത്സ്, കണ്ണൂരിലെ തന്നെ ലക്കി സ്റ്റാർസ്, മധുരയിലെ മുനിസിപ്പൽ എംപ്ലോയീസ് അസോസിയേഷൻ, കോഴിക്കോട് യങ് ചാലഞ്ചേഴ്സ് എന്നീ ടീമുകളായിരുന്നു. പുതിയ ഫുട്ബോൾ സീസണ് കോഴിക്കോട് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുമ്പോൾ കോഴിക്കോടിന്റെ ഫുട്ബോൾ പെരുമയിലേക്ക് വെളിച്ചം വീശുന്ന ഈ രേഖകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു.